കേന്ദ്ര സഹമന്ത്രി ഇവിടെ എത്തിയതിനു ശേഷമുള്ള പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി തന്നെ കഴിയുന്ന അത്രയും മൃതദേഹം കൊണ്ടുപോകാനാണ് ഇപ്പോൾ ആലോചന. അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് പ്രാഥമിക കൂടിക്കാഴ്ചകളിൽ ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. കാരണം അദ്ദേഹം ആശുപത്രി കൂടി സന്ദർശിച്ചതിന് ശേഷം കുവൈറ്റ് വിദേശകാര്യ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിലായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാക്കുക. ഇന്ന് രാത്രി തന്നെ മൃതദേഹങ്ങൾ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തൃശൂർ സ്വദേശിയുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. തൃശൂർ സ്വദേശി ചാവക്കാട് പാലയൂർ സ്വദേശി ബിനോയ് തോമസ് 44 വയസ്സ്. 4 ദിവസം മുൻപാണ് അദ്ദേഹം സന്ദർശക വിസയിൽ എത്തിയത്. ആ സന്ദർശക വിസയുടെ കോപ്പിയൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അദ്ദേഹം ഈ പറയുന്നത് പോലെ തന്നെ ആദ്യമായി ഇവിടെ എത്തി 2-3 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കുടുംബവുമായി രാത്രിയിൽ സംസാരിച്ചിരുന്ന് അല്പസമയത്തിനകമാണ് ഈ ദുരന്തം അദ്ദേഹത്തിന് സംഭവിക്കുന്നത്. 2 മണിവരെ നാട്ടിലെ 2 മണിവരെ ആണ് സംസാരിച്ചു കൊണ്ടിരുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാണ്ട് ഒരു 12 മണിവരെയൊക്കെയാണ് സമയം. ആ സമയം വരെ അദ്ദേഹം സംസാരിച്ചിരുന്നു. 10:30 വരെ സംസാരിച്ചിരുന്നു എന്നാണ് അറിയുന്നത്. അതിനുശേഷമാണ് ദുരന്തം ഉണ്ടാകുന്നത്. താങ്ങാനാകുന്നതിലപ്പുറമുള്ള തീരാവേദന നമുക്കൊക്കെയും സമ്മാനിച്ചുകൊണ്ട് അവരുടെ ഉറ്റവർക്കും ഉടയവർക്കും ഇനി ഒരിക്കലും മാറ്റാനാകാത്ത, ഒരിക്കലും മറികടക്കാനാകാത്ത വിധത്തിലുള്ള വേദന ഉണ്ടാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും പേരുടെ മരണം. 24 പേരെന്നുള്ളൊരു നമ്പർ ഏറ്റവും ഒടുവിൽ വരികയാണ്. ഇനി അത് കൂടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.